ദേ ഞാൻ പോവേ. ചുണയുണ്ടെങ്കിൽ പോ. ഞാൻ പോവും. ആ പോ. നീ പോടി കടപ്പന്നി. തള്ളടി. ഹായ്. എന്താ കുട്ടിക്കുരങ്ങളെ കടാലോട്ട് നോക്കി നിൽക്കണത്? കൊമ്പൻ സ്രാവിനെ പിടിക്കാൻ നീലി ചേച്ചി പോയിക്കുവാ. എങ്ങാട്ട്? ദാ കടലിലേക്ക്. എന്റെ കടാലമ്മേ. ഈ പെണ്ണിത് എവിടാ പോയി കിടക്കുന്നത്? ഇറങ്ങണി. ഇറങ്ങാൻ. ഇല്ല, എന്നെ എടുത്തോ. നിങ്ങ വിളിച്ചു പറഞ്ഞോണ്ട് നിങ്ങാക്ക് നിങ്ങളുടെ നീരി ചേച്ചി ഇത് ഉയരോടെ കൊണ്ട് തന്നിരിക്കുന്നു. ഞങ്ങൾക്കെങ്ങും വേണ്ട, രക്ഷിച്ച ആള് തന്നെ എടുത്താ മതി. ആരെ രക്ഷിച്ച്? കേളോ പിള്ളേരെ, എന്റെ ചൂണ്ടേക്കുരുങ്ങി ഇത്രേ ഉള്ള മീനിനെ ഈ അഴകണ്ണ രക്ഷിച്ചു വിട്ട്. ഇല്ലേലേ ആ മുട്ടക്കാട്ട മീനുമായിട്ട് ഈ നീലിപ്പെണ്ണ് കരയില് വരുമായിരുന്നുള്ളു കേട്ടാ. ഈ തൊറയിലെ പെൺകിടാങ്ങൾക്ക് നാളെ പറയായിരുന്നു, ഇവിടുത്തെ ആൺപുലികൾ കടാലിൽ പോയി നത്തോലിയും നന്ദനും കോരിക്കൊണ്ട് വരുമ്പോ ഒരു പെൺസിംഹം ഉണ്ടായിരുന്നു. അവള് തുഴയും പിടിച്ച് കടാലിൽ പോയ വലിയ സ്രാവ് കൊമ്പൻ സ്രാവിനെ തന്നെ കൊണ്ടുവരുമായിരുന്നെന്ന് കേട്ടാ. അപ്പൊ തുഴ പിടിക്കണത് അഴകണ്ണൻ തന്നെ ആയിരിക്കുമല്ലേ? ഒന്ന് പോഴകണ്ണ. എന്താണ് ഒരു അട്ടഹാസം? കടപ്പുറത്തെ വെളിച്ചം മാഞ്ഞാലും അഴിഞ്ഞാടും നടക്കാടി അഹങ്കാരി. നിലയെ വിലയെ മറന്ന പ്രായം തേഞ്ഞ പെമ്പിള്ളേരെ മൂട് മണപ്പിച്ചൊക്കെ നിനക്കുള്ളതാ. ഞാൻ പിന്നെ തരാം കേട്ടോ. ഇങ്ങോട്ട് വാടി. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. അതിനിപ്പോ ആണുങ്ങളായ ആണത്തം വേണം, ആണത്തം. അതിന് എന്റെ ആണത്തത്തിന് എന്താണൊരു കുഴപ്പം? 5-6 രോമം കിളുത്താലേ ആണത്താകുക, അല്ല ആകുവന്ന. എന്റെ കൊച്ചുകാളി, അതിന് ഇവിടെ ഒന്നും സംഭവിച്ചില്ലല്ലോ. അയ്യാ, ഈ പൊന്നുമോള് കാലിച്ച് പോരാ നിങ്ങക്ക്. ഈ ഒരുത്തനാ ഇവളിങ്ങനെ പേഴ്സണായിട്ട് വളർത്തണേ. അച്ഛൻ എന്നത് ചെയ്തതിനാണ് അമ്മയെ കുറയ്ക്കണത്. ഒന്ന് തന്നാലുണ്ടല്ല എന്ത് ചെയ്തെന്ന് ഇനി ഞാൻ വിത്തരിക്കണ. പൊന്നുമോ വിത്തരിച്ചതിന്റെ കൊണമാണ് ഈ കൊര. ചന്ദ്രപ്പൻ ഷാപ്പിലാതെ നിന്റെ ഭാഗ്യം, അല്ലെങ്കിൽ അവൻ കൊന്നേനെ.
ഉച്ചയ്ക്ക് അവൻ വെറുഞ്ഞുള്ളിയാ പോയത്. ഇനി നീ വിത്തരിച്ച എന്റെ തനിഗുണം കാണും. വേണ്ട, അവളെ കാണിക്കണ്ട. ഞാനേ കണ്ടു ഇങ്ങനെയായി. ഇത് ഞാനിന്ന് മേടിക്കും. ഞാൻ അന്നേ പറഞ്ഞതാ ആ പിഴച്ചോര് നമ്മക്കടെ വെള്ളത്തെ വേണ്ടെന്ന്. അപ്പൊ അവ നല്ല വേലക്കാരനാണ് പോലും. അത് ഞാൻ പറഞ്ഞത് പെശകാണ്. ഇന്ന് ഈ തുറയിൽ അവനെ പോലൊരു വേലക്കാരൻ നയമ്പ് പിടിക്കാൻ കഴിവുള്ള വേറൊരുത്തനുണ്ടാ കൊച്ചുകാളി? ഇപ്പൊ നയമ്പ് പിടിപ്പിച്ചിട്ട് എന്തായി? ഞാനൊന്നും പറയണില്ല. നീ പറ, ഞാൻ പിന്നെ എന്നാ ചെയ്യണം? ഇവളെ നമുക്ക് നമ്മുടെ സുകുമാരനെ കണ്ട് കെട്ടിച്ചാലാ? എനിക്കൊന്നും ഇപ്പൊ കെട്ടണ്ട, എനിക്ക് പഠിക്കണം. അവള് പഠിച്ച് മല ക്ലാസ്സിൽ 3-4 വർഷം ആയല്ല. മെണ്ടണ്ടാ നീ. തുറയിലൊരു പെണ്ണ് മരിച്ചാലേ തുറ മുടിയും. അത് പഴിച്ചാലല്ലേ? ആ പൈസ്റ്റിക്. ഇനി അതിന്മേൽ എന്നെ തറി പറയാല്ല. ഞാനൊരു തെറിയും പറയുന്നില്ല. ഒന്നും അല്ലെങ്കിലും നിങ്ങളുടെ പെങ്ങക്കട മകനല്ലേ അവൻ. അന്ന് അങ്ങനെ അല്ലല്ല പറഞ്ഞിരുന്നത്, ആ കരിമന്തിയുടെ മകാനെന്നല്ലേ. അത് നേരല്ലേ. ഇങ്ങക്കടെ പെങ്ങൾ ഇപ്പോഴും അങ്ങനെ തന്നെയാണല്ല. പക്ഷെ സുകുമാരൻ അവന്റെ അച്ഛൻ ശങ്കുന്റെ കൂട്ടായിരിക്കണത്. ഇപ്പൊ അവൻ അവന്റെ അച്ഛന്റെ മകാനായി. ആവട്ടെ, കാര്യമൊക്കെ കൊള്ളാം. ഇനി ഇതിന്റെ പേരിൽ എന്റെ മുതുകത്ത് കയറാൻ വന്നേക്കരുത്. അയ്യാ, കേറാൻ പറ്റിയാലോ ഭാര്യവാ. അവൻ എന്റെ അനന്തരവനാണേലും കടാപ്പറമ്പണി ചെയ്യാത്തവനെന്ന നിലയിൽ എനിക്ക് വലിയ അഭിപ്രായം ഇല്ല. കടാപ്പുറമൊന്നും ചെയ്തില്ലേ എന്താണ്? ഇപ്പൊ നല്ല വരുമാനല്ലേ? നീ അതേ പറയൂ. നിന്റെ മകാനെ കണ്ടല്ലേ അവനും ചാരായ കച്ചവടം ചെയ്യാൻ തുടങ്ങിയത്. അതെ, കടയിലെ മീനില്ലെങ്കിലും കെട്ടിത്താലി പൊട്ടിച്ചാണെങ്കിലും ആണുങ്ങ കാശും കൊണ്ട് ചാരായം മോന്താൻ വരുമല്ലോ. നിങ്ങൾ ഈ പഴമയും വെച്ചോണ്ട് ഇവിടെ അങ്ങോട്ട് ഇരുന്നു. നാളെ തന്നെ നമുക്ക് തെക്കുന്നപ്പുഴയ്ക്ക് പോണം. ഉടനെ തന്നെ നമുക്ക് പെണ്ണുകളിച്ചൊക്കെ തീരുമാനിക്കുകയും വേണം. ഇവളിങ്ങനെ വെറുതെ വിട്ട് പറ്റത്തില്ല. പെൺമക്കൾക്ക് തലേമൂലെ തിരിഞ്ഞാലേ തള്ളമര മനസ്സിൽ തീയാണ്, തീയ്. നീ നിന്റെ തള്ളേനെയും കുറെ തീ തീറ്റിച്ചതല്ലേ? ഓ, ചാന്ദ്രപ്പൻ വന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ തീരുമാനിക്കട്ടെ. ഇന്ന് എന്റെ കടപ്പ് നിലത്താ. എന്റെ കടലമ്മേ. അഴകണ്ണോ, നീലിപ്പെണ്ണേ, കരയല്ലേ? ഞാൻ എന്റെ നീലിപ്പെണ്ണിനെ മറ്റാർക്കും വിട്ടുകൊടുക്കത്തില്ല. തൃക്കുന്ന പുഴന്ന് കൊമ്പൻ സുകുമാരൻ എന്നെ പെണ്ണ് കാണാൻ വരണ. നീ ചെല്ല്, നമുക്ക് എന്തെങ്കിലും വഴിയുണ്ടാക്കാം. ഞാൻ ഈ കടാലി ചാടി ചത്ത് കളയും. ഞാൻ ജീവനോട് ഈ കടാപ്പുറത്തുണ്ടെങ്കിൽ നീ എന്റെ കൂടെ പൊറുക്കും. നിന്നെ ചാകാനും വിടുകയില്ല, നിന്നെ വേറെ ഒരുത്തന്റെ കൂടെ പൊറുക്കാനും വിടുകയില്ല. അഴകേ, പാമിയമ്മേ, നിങ്ങൾക്കുടെ ഉള്ളം ഈ പാമ്യമ്മയ്ക്കറിയാം. ഇഷ്ടപ്പെടുന്നവർ തന്നെയാണ് ഒരുമിച്ച് ജീവിക്കേണ്ടത്. പക്ഷേങ്കി അച്ഛനമ്മമാരെ അനുസരിക്കണം. അവർക്ക് ഇഷ്ടമല്ലാത്ത ജീവിതം മോഹിക്കരുത്. ഞങ്ങൾ പാവങ്ങളാണ്. അതുകൊണ്ട് എന്റെ മക്ക നിന്റെ അമ്മ കൊച്ചുകാളി തീരുമാനിച്ചതനുസരിക്കണം. ഒരു വ്യസനം കൂടി താങ്ങാനുള്ള കെൽപ്പ് ഞങ്ങൾക്കില്ല. എന്റെ മക്ക വീട്ടിലോട്ട് ചെല്ല്. ഞാൻ വീട്ടിലോട്ട് പോകുന്നില്ല, ഈ കടലിലോട്ട് പോകുന്നു. എന്റെ കടാലമ്മേ, ഞാൻ എന്നാ ചെയ്യാ? അഴക, മംഗള തീരുമാനിച്ച പെണ്ണാ ഇവള്. അവളെ കണ്ണും കൈയും കാണിച്ച് വിളിച്ചിറക്കിക്കൊണ്ട് വന്നിരിക്കുന്നു. തലവെടുത്തരം കാണിക്കുന്നോടി. അതെങ്ങനെ ശരിയാകും? നീ ഇന്നലെ ചേച്ചി തുറ മുഴുവൻ തളെ ബഹളം വെക്കരുത്. രാത്രിയാണ്, തുറക്കാറിഞ്ഞാൽ മംഗളം മുടങ്ങും.
അമ്മാച്ചൻ എന്റെ പൊന്നു മോനെ, അമ്മാച്ചി പറയുന്നത് കേക്ക്. ഇങ്ങോട്ട് നട.